ബി.ജെ.പിയുടെ പ്രമുഖ നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് 3,40,78 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത കവർ സ്റ്റോറിയിൽ അതിന്റെ അവതാരികയും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയുമായ സിന്ധു സൂര്യകുമാർ ലോകം മുഴുവൻ ശ്രദ്ധിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു തീർത്ഥാടനത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി. പ്രയാഗരാജിൽ കഴിഞ്ഞ 45 ദിവസമായി നടന്നു വന്ന കുംഭമേള ലോകത്ത് തന്നെ ഇന്ത്യയുടെ പ്രശസ്തി നല്ല രീതിയിൽ ഉയർത്തുകയുണ്ടായി. ആ ഒരു പരിപാടിയാണ് കഴിഞ്ഞ 5 വർഷം കേന്ദ്രമന്ത്രിയായി മോഡിയോടൊപ്പം പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനലിനെ സംപ്രേഷണം ചെയ്തത്. ഇത് കോടാനുകോടി ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന തുല്യമാണ്. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയോട് തണുത്ത സ്വീകരണമാണ് പുതിയ മലയാള മാധ്യമങ്ങളെല്ലാം സ്വീകരിച്ചത്. അതിനിടയിലാണ് ഏഷ്യാനെറ്റ് മലയാളത്തിലെ തന്നെ പ്രശസ്തമായ ചാനൽ ഇതിനെതിരെ ഒരു പരാമർശം നടത്തിയത്. സിന്ധു സൂര്യകുമാർ അവരുടെ പ്രതിവാര പരിപാടിയായ കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇക്കുറി തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാര അനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവും കേരളത്തിൽ നിന്നും വരെ ഉണ്ടായി. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയെ ബി.ജെ.പിയെ പ്രീതിപ്പെടുത്തലും ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇനി കേരളത്തിലും കുംഭമേള പ്രിയതാരമായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് പരിചയമുള്ള, നമുക്ക് ചുറ്റുമുള്ള 10 പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് കുംഭമേളയുടെ ഇമ്പാക്ട് എന്ന് സിന്ധു സൂര്യകുമാർ പറയുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അവന്റെ മതത്തിൽ വിശ്വസിക്കാനും അതിന്റെ ആചാര അനുഷ്ഠാനത്തിൽ പങ്കെടുക്കാനും അർഹതയുണ്ട്. പിന്നെ എന്തുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുത്ത ഹിന്ദു സമൂഹത്തെ മാത്രം ഈ രീതിയിൽ പറയാനുള്ള പ്രചോദനം ഉണ്ടായത്? ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ എല്ലാ മതങ്ങളിലും തുല്യമായ പരിഗണന തന്നെയാണ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിന്ധു സൂര്യകുമാറും രാജീവ് ചന്ദ്രശേഖറും ഒരു പാറ തന്നെയാണ് ഈ വാർത്ത നൽകിയത്. കേരളത്തിലെ ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര നേതൃത്വം. അധ്യക്ഷതയിൽ എത്താൻ സാധ്യതയുള്ളവർ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ വിഷയം ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു പാറയായി തന്നെ ഭവിച്ചേക്കാം.